അയ്യാ എനിക്ക് എന്റെ അമ്മയെ കാണാനൊക്കത്തില്ല. എന്റെ അമ്മ പബ്ലിസിറ്റി ഇരിക്കട്ടെന്ന്. നിങ്ങളുടെ അമ്മയെ വല്ല ആനേനെയും കാണാൻ പോയിട്ടുണ്ടാവൂന്ന്. എന്ത് ഉണ്ടാമോ? ആ ശരിയാണ്. അമ്മയെങ്ങാലും ആനയെ കണ്ടാലുണ്ടല്ലോ അവിടെ തന്നെ അങ്ങ് നിൽക്കും. പിന്നെ വീട്ടിലോട്ട് പോലും വരൂല്ലോ അത് പോണ വരെ. ദൈവമേ, ഇവിടെ എവിടെയല്ലേ ഒരു ആനേനെ കണ്ടാ മതിയേനും. നിങ്ങളുടെ അമ്മ അവിടെ തന്നെ നിന്നോളൂല്ലോ. അതിന്റെ ഇടയിൽ കൂടെ അവള് ബാബച്ചി ഇവിടെ നില്ലേ, ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വരാം. അതെ, എനിക്ക് വിശന്നിട്ട് വയ്യ ചേട്ടാ. തുടങ്ങിയുള്ള സ്ഥിരം നമ്പര്. അതെ ബാബച്ചി, ആ ബാഗിൽ നിന്ന് എന്തെങ്കിലൊക്കെ എടുത്ത് തിന്നി, ഞാൻ പോയി അമ്മയെ നോക്കിട്ട് വരാം. ഞാൻ ഇവിടെ വിശന്ന് തത്താലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയാണല്ലോ വലുത്. അങ്ങനെ പറഞ്ഞാ ബാബച്ചി, നിനക്കിപ്പോ എന്തൊരു വേണം? ഞാൻ ഇത്തിരി എടുത്തരണം, അത്രയല്ലേ ഉള്ളു. ബാബ നീരി എവിടെ? അതാണ്ട് ഇരിക്കുന്നു. തിന്നടി. നീ തിന്നാ ഞാൻ തിന്നോലല്ലേ? അല്ലേ നമ്മളെ ഭാര്യ നമ്മൾ തിന്നോലല്ലേ? അത് തന്നെ വാവച്ചി തിന്ന് കഴിച്ചാ മതി. എന്നാടി ഒരു വൃത്തിയായിട്ട സൗണ്ട്? എന്തോ ഒരു കുഴമ്പിനെ മണോ. ബാഗിലായിട്ട് അമ്മേരെ കുഴമ്പ് പറഞ്ഞ് വീണാണ്. ഇപ്പൊ ആഹാരമൊക്കെ എടുത്തില്ലേ? വാവച്ചി തിന്നി. വേണ്ട, വാവസ് കഴിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ പാതി വാവച്ചിയും തിന്നും പാതി ഞാനും തിന്നാം. വേണ്ട, ഇതെല്ലാം എന്റെ വാവസ് മാത്രം കഴിച്ചാൽ മതി. വാവച്ചി തിന്നാ മതി. അതൊക്കെ പിന്നെ പോയാണ്. എന്ത് അമ്മയാ? അമ്മയപ്പോ വന്ന് ഞാൻ വന്നിട്ട് ഒരു 19 വർഷമായടാ. അമ്മേരെ അതേ പ്രായമുള്ള കോമഡി. അതെനിക്ക് ബിസ്ക്കറ്റ് വേണം. നല്ല പട്ടിക്കെങ്ങാനും പോയി കോട്ടറാ ഡാഡി ബിസ്ക്കറ്റ്. അയ്യോ ഞാൻ അതെ എവിടെയൊക്കെ തപ്പിയെന്നറിയാമോ? അയ്യാ, നീ കൊറേ എന്നെ തപ്പി. ഇവിടെ താരത്ത് പോയിട്ടിട്ടെ നീ എവിടെ എന്നെ തപ്പിയില്ലെന്ന് എനിക്ക് നന്നായി അറിയണല്ലേടാ. അമ്മ ഉമ്മ. അതെ, ഒന്നിങ്ങോട്ടേക്ക് വന്നേ. നല്ല സ്ഥലല്ലേ, നമുക്ക് 2-3 ഫോട്ടോ എടുത്തേക്കാന്ന്. ഫിൽറ്റർ ഇട്ടേ? ആ ഇട്ടോ. ഇതെന്തരുത്, ഞാൻ മുറുക്കാൻ ചോദിച്ചോണ്ടിരിക്കുന്നു. വേറെ വല്ലോട്. അതെ, ഓഫീസിലുള്ള എല്ലാരും ചോദിക്കുക, കല്യാണം കഴിച്ച ഒരു കൊല്ലായില്ലേ, എന്നിട്ടൊന്നും ആയില്ലേന്ന്. കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇങ്ങനെ ആരെങ്കിലും അങ്ങനെയല്ലോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം കഴിഞ്ഞ് പിള്ളേർ മതിയെന്നങ്ങ് പറഞ്ഞു. അയ്യടാ, കല്യാണം കഴിച്ച ഒരു കൊല്ലായിട്ടേ ഇതുവരെ ആയിട്ടും കെട്ടിയൊരു ജോലി ആയില്ലേന്ന്. എനിക്കൊരു കാര്യം പറയണം. എന്തായി കാണിക്കുന്നേ? കണ്ണു കണ്ടൂടെ അമ്മ എണ്ണ ഇടുന്നു. എണ്ണ ഇട്ടിട്ട് നിങ്ങളുടെ അമ്മ എന്താ ഗുസ്തിക്ക് പോന്നാ? അതല്ലെന്ന്, അമ്മ കാലിൽ കുഴമ്പിടുന്നു. അയ്യോ, നമ്മള് ടൂറ് വന്നേക്കും അല്ലേ, ആൾക്കാരെ കണ്ട് എന്ത് വിചാരിക്കും? ഒരു കഴിച്ചല്ലാത്ത ഫാമിലി. വാവച്ചി, നീ കൂളാവടി, നീ സദാമാനാവ്. നീ ഇപ്പൊ എന്തൊരു വേണം? ഞാൻ ഇത്തിരി ക്ലിയർ ചെയ്ത് തന്നാ മതിയാ? അമ്മ എന്താടാ? അമ്മ എന്നാ പരിപാടി? മുട്ടിന് ഭയങ്കര വേദനടാ, കുഴമ്പിടുക. ഇങ്ങനെയാണോ കുഴമ്പിടണ? ഇങ്ങനെയല്ല കുഴമ്പിടേണ്ടത്. മോന് വടവാ, എന്നിട്ട് അമ്മക്ക് കുഴമ്പിട്ടതാടാ. ഞാനാ അമ്മേരെ കാലിന് ഭയങ്കര വേദന, കുഴമ്പിട്ട് കൊടുക്കട്ട്. ആ ഞാൻ ഇപ്പൊ വരാൻ കേട്ടാ. നിങ്ങൾ എപ്പോ വേണമെങ്കിലും വന്നോ, ഞാൻ അങ്ങ് പോവാ. അമ്മോ ബാവച്ചി എന്നെ എങ്ങനെങ്കിലും പറഞ്ഞു വിടാനുള്ള മനസ്സിലിരിപ്പ് തന്നെ. ബാവച്ചി എന്റെ അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കാലി പിടിച്ചൊന്നുമല്ല, എണ്ണ തന്നെ വീണയാണ്. ഇനി എന്താ നിങ്ങളുടെ പ്ലാന്? നമ്മൾ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നു, അവിടെ നിന്ന് ഊട്ടി അല്ലെങ്കിൽ ബാംഗ്ലൂര്. അപ്പൊ കൊടൈക്കനാല് പോണില്ലേ? അയ്യ, കൊടൈക്കനാല് നമ്മള് വരുന്ന വഴിക്ക് കൊറേ കനാലുണ്ടോ? അതാണ് കൊടൈക്കനാല്. കണ്ടോടാ? ഞാനും കണ്ടായിരുന്നമ്മ. എന്ത് കനാല്? ഓ അല്ല, ഇവള് തർക്കുത്തരം പറയാൻ വല്ല ട്യൂഷനും പോകുന്നുണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ലല്ല ബാവച്ചി, നീ പറയണ്ട. അല്ല അതൊക്കെ പോട്ടെ, നേരത്തെ അവള് പറഞ്ഞത് കേട്ടോ, നീ പണിക്കൊന്നും പോകാതെ ഇവിടെ കുത്തിരിക്കണോണ്ടാണ് അവൾ എന്റെ തലയിൽ കയറി നിരങ്ങിയത്. അതിന് അതും ഇതുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട്. എന്നാ ഓക്കെ ബാവച്ചി, നിനക്കൊരു വലിയ വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്, അങ്ങോട്ട് നീ അവിടെ ചെന്ന് ആ വെള്ളച്ചാട്ടം കാണേ, ഞാനും അമ്മയും കൂടെ അവിടത്തെ വെള്ളച്ചാട്ടം പോയി കാണാം. ഞാൻ ആ വെള്ളത്തിൽ അങ്ങനെ വീണു പോയാലോ? എടി നീ വെള്ളത്തിൽ വീണാലുണ്ടല്ലേ, മീനിന് തീറ്റ ഇട്ട് കൊടുത്തോല എല്ലാ എണ്ണം കൂടെ നിന്നെ രക്ഷിക്കാനായിട്ട് ചാടി അങ്ങ് ഇറങ്ങും. പക്ഷെ എന്റെ അമ്മ എങ്ങാനും വെള്ളത്തിൽ വീണാലുണ്ടല്ലേ, ഞാൻ മാത്രമേ കാണുള്ളൂ. നമുക്ക് പോവാ. ഇനി വാവച്ചിന്ന് വിളിക്കാൻ ഞാൻ ഇവിടെ കാണത്തില്ല. കേസത്തിൽ ക്രിട്ടിക്കല, എന്റെ കൂടെ വാ. അതെ, നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോണില്ല. പിന്നെ എവിടേക്കാ പോന്നേ? നമുക്ക് ഊട്ടി അല്ലെങ്കിൽ ബാംഗ്ലൂര് പോവാ. വാവച്ചി പറ, നമുക്ക് ആദ്യം എവിടെ പോണം? ഊട്ടി പറ്റില്ല, ബാംഗ്ലൂര് പോയാ മതി. എന്നാ ഓക്കെ, ബാംഗ്ലൂര് ഊട്ടിക്ക് പോവാ. ബാംഗ്ലൂര് പോയാ മതി. അയ്യടാ, ഊട്ടിക്ക് പോയാ മതി. ഞാനേ 10 മാസം ചുമന്ന് പറ്റിയത് എന്റെ മോനാണെങ്കിൽ എന്റെ കൂടെ ബാംഗ്ലൂർ
ബാംഗ്ലൂർ വാടാ. ഇതെന്റെ ഭർത്താവാണെങ്കിൽ എന്റെ കൂടെ ഊട്ടിക്ക് വരും. ഇതെന്റെ ഭർത്താവാ, പോ തള്ളേ. ഒന്ന് പോ തള്ളേ, ഇതെന്റെ ഭർത്താവാ. ഞാൻ ജീവനുള്ള ഒരു മനുഷ്യനാണ്. ഈ ചെകുത്താന്റെ കടലിന്റെ നടുക്കായ പോയാൽ എന്റെ ദൈവമേ